കുടംപുളി ഇട്ട് പാലൊഴിച്ച് പറ്റിച്ച കരിമീൻ ടേസ്റ്റ് വേറെ തന്നെ, അതിൻ്റെ മണവും രുചിയും. ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കരിമീൻ പാലൊഴിച്ച് കുടംപുളി ഇട്ട് പറ്റിച്ച ഒരു രീതിയിലാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. കരിമീൻ നല്ല രീതിയിൽ ചെത്തിയെടുത്ത ശേഷം അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും തേച്ച് നമ്മൾ പുരട്ടി ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമുക്ക് വഴറ്റാൻ വേണ്ടിയിട്ട് സവാള, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് അതിലേക്ക് കാശ്മീരി മുളക് പൊടി 2 സ്പൂൺ, പിന്നെ 1 സ്പൂൺ സാദാ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്നുകൂടി വഴറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുടംപുളി ഇട്ട ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിക്കും. തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കരിമീനാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അത് ഒന്ന് ജസ്റ്റ് ഒന്ന് പറ്റി വരുമ്പോഴത്തേക്ക് നമ്മളത് വാഴയിലയിലേക്ക് മാറ്റി വേറൊരു ചട്ടിയിലേക്ക് വെച്ചതിന് ശേഷം ഇതിലേക്ക് പാലൊഴിച്ച് കറിവേപ്പിലയും ഒഴിച്ച് നന്നായിട്ടൊന്നും കൂടെ ഒരു 2-3 മിനിറ്റ് ഫ്ലെയിമിൽ മൂടി വെച്ച് നമ്മൾ വേവിക്കും. അത്രയേ ഉള്ളൂ, നമ്മുടെ കുടംപുളി ഇട്ട് പാലൊഴിച്ച് പറ്റിച്ച കരിമീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റും മണവും ഇത് ഉണ്ടാക്കിയവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. എന്താ രുചി, നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ ഫുഡിനോടൊപ്പം നമ്മൾ കരിമീനും കൂടെ ചേർത്തിട്ടാണ് കഴിച്ചത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.